ദ ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന റെക്കോർഡ് തകർക്കാൻ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ പുത്തൻ പണത്തിന് കഴിഞ്ഞില്ല. ആദ്യ ദിനം പുത്തൻ പണത്തിന്റെ കളക്ഷൻ 2.42 കോടി രൂപയാണ്. ഗ്രേറ്റ് ഫാദറിന് 4.40 കോടി രൂപയോളമായിരുന്നു ആദ്യ ദിവസത്തെ കളക്ഷൻ. എന്നാൽ പുത്തൻ പണത്തെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണ്. താരതമ്യേന ബജറ്റ് കുറഞ്ഞ ചിത്രം. ഇതേ നിലയിൽ പോയാൽ മൂന്നാം ദിവസം ചിത്രം ലാഭമാകും. ഗ്രേറ്റ് ഫാദർ പോലെ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ് തിയേറ്ററുകളിൽ നിറഞ്ഞ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ ഇതുപോലെ മിന്നുന്ന പ്രകടനം നടത്താൻ പുത്തൻ പണത്തിന് കഴിഞ്ഞത് ആ സിനിമയുടെ കരുത്ത് കാരണമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അതേസമയം ഹനീഫ ദേനി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ 50 കോടി ക്ലബിലേക്ക് പ്രവേശിക്കുകയാണ്. വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ചിത്രം 50 കോടി ക്ലബിലെത്തുമെന്നാണ് പ്രതീക്ഷ. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വിജയമായി ചിത്രം മാറിക്കഴിഞ്ഞു. അപ്രതീക്ഷിത മുന്നേറ്റവുമായി ദിലീപ് ചിത്രം ജോർജേട്ടൻ സ്ഫുരം മമ്മൂട്ടി ചിത്രങ്ങൾക്ക് എതിരാളിയാവുന്ന കാഴ്ചയ്ക്കും ബോക്സ് ഓഫീസ് സാക്ഷ്യം വഹിക്കുന്നു. ആദ്യ ദിനങ്ങളിൽ സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമ ഇപ്പോൾ ഫുൾ ഹൗസിലാണ് കൂടുതൽ കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കുന്നത്. ജോർജേട്ടൻ സ്ഫുരം മുതൽ മുടക്ക് തിരിച്ചുപിടിച്ച് സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. കുടുംബ പ്രേക്ഷകർ കൂടുതലായി എത്തി തുടങ്ങിയതോടെ ജോർജേട്ടന്റെ ലോങ് റണ്ണും ഉറപ്പായി. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്.